കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയം സംരക്ഷിക്കപ്പെടാതെ കാട് കയറി നശിക്കുന്നു. മഴക്കാലം കൂടി ആയതോടെ സ്റ്റേഡിയത്തിൽ വെള്ളം നിറഞ്ഞ് കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. പലതവണ സ്റ്റേഡിയം നവീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും ഒന്നും നടന്നിട്ടില്ല. ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്ന സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയാണിത്. ട്രാക്ക് ഏതെന്ന് മനസ്സിലാക്കാത്ത വിധം കാട് മൂടിയിട്ടുണ്ട്. ഗാലറിയുടെ സ്ലാബുകൾ മിക്കതും പൊട്ടിപ്പൊളിഞ്ഞു. മഴ പെയ്താൽ പിന്നെ വെള്ളക്കെട്ട് രൂക്ഷം. പ്രഭാത വ്യായാമങ്ങൾക്കും കായിക മത്സരങ്ങളുടെ പരിശീലനത്തിനും കുട്ടികളും മുതിർന്നവരും ആശ്രയിക്കുന്ന സ്റ്റേഡിയമാണ് അധികൃതരുടെ അനാസ്ഥയിൽ നാശോന്മുഖമാകുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് തീർത്തും എന്താ പറയുക, ഒരു വെള്ളം കയറി നമുക്ക് ഓടാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇത് ഒരുപാട് പേര് ഈ ടൗൺ നടുക്കുള്ള ഗ്രൗണ്ടിൽ വന്നു പോകുന്നതാണ്. പക്ഷെ മിക്കവർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സ്റ്റേഡിയത്തിന്റെ മുന്നിലെ ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റിന്റെയും അവസ്ഥ പരിതാപകരം. നമുക്കിവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു രീതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആഴ്ചകളോളം വെള്ളം കയറി കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇഴജന്തുക്കൾ ഒരുപാട് ഈ മഴക്കാലമായി കഴിയുമ്പോൾ കാട് വളർന്നു കഴിയുമ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. 9 ഏക്കർ സ്റ്റേഡിയം, 400 മീറ്റർ ട്രാക്ക്, ഫുട്ബോൾ, ബാസ്കറ്റ് സ്റ്റേഡിയങ്ങൾ, ക്രിക്കറ്റ് നെറ്റ് എന്നിവയെല്ലാം ഇങ്ങനെ നശിക്കുകയാണ്. ചുറ്റും സ്ഥാപിച്ച ലൈറ്റുകൾ കൂടി പ്രവർത്തനരഹിതമായതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട് നെഹ്റു സ്റ്റേഡിയം. പലകുറി പറഞ്ഞിട്ടും ട്രാക്കിലെ പുല്ല് വെട്ടാനോ സമീപത്തെ ഓട ശുചീകരിക്കാനോ പോലും നഗരസഭ മുൻകൈയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒരു കാലത്ത് സ്കൂൾ കായികമേളയ്ക്കടക്കം നിരവധി തവണ വേദിയായ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വ്യായാമത്തിന് പോലും ആളുകൾ എത്തുന്നില്ല. ഈ സ്ഥിതിയിലേക്ക് ഈ സ്റ്റേഡിയത്തെ മാറ്റിയത് ആരാണെങ്കിലും അധികൃതർ മറുപടി പറഞ്ഞേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.